ഹലോ ഹായ്. ഞാനും മോളും കൂടെ ഈവനിങ് ആയപ്പോൾ ഒന്ന് അസൈൻമെൻറ്റ് എഴുതാൻ ബുക്കൊക്കെ വേണമായിരുന്നു അവൾക്ക്. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള രാജണ്ണ കടയിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചാൽ ഞാൻ തലയൊക്കെ കെട്ടി റെഡിയാകുന്നത്. പുറത്താണെങ്കിൽ നല്ല മഴയായിരുന്നു. എന്നാലും ഒന്ന് വേഗം പോയിട്ട് വരാമെന്ന് കരുതി ഞാനും അവളും കൂടെയാണ് പോയത്. ആ കടയിലാണെങ്കിൽ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ മുടിയെല്ലാം ഒന്ന് ചീകെട്ടി ഒരുങ്ങിയെടുത്ത് പിന്നെ ഞാനും അവളും കൂടെ ഒന്ന് പോയി. അവിടെ പോയപ്പോൾ തന്നെ ഒരുപാട് സാധനങ്ങൾ വരമഹാലക്ഷ്മി പൂജയുടേതും ശ്രീകൃഷ്ണ ജയന്തിയുടെയൊക്കെ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു കടയിലാകെ. ഇത് ദൈവത്തിനെ ഒരുക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ മോൾ എന്തൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അവൾക്ക് ആവശ്യമുള്ള ബുക്കും പെന്നും എന്തൊക്കെ വാങ്ങി. പിന്നെ ഞാൻ അവിടെ കൂടെ എല്ലാം ഒന്ന് ഓടിച്ച് നോക്കാൻ തുടങ്ങി. അതിലെവിടെ ഒരു കമ്മൽ എൻ്റെ കണ്ണിലങ്ങ് പെട്ടു. നല്ല അടിപൊളി കമ്മലായിരുന്നു. എനിക്കെപ്പോഴും ഈ വലിയ കമ്മലുകൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ താരക്കുട്ടിയാണ് ഓർമ്മ വന്നത്. ശ്രീകൃഷ്ണനായിട്ട് അവളെ ഒരിക്കൽ നല്ലതായിരിക്കുമെന്ന് എനിക്കൊന്ന് തോന്നി. അതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം ഒന്ന് നോക്കിയൊക്കെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം ഒന്ന് എടുത്ത് പറക്കിയിട്ട് എല്ലാം നോക്കി. ഇതൊരു സെറ്റായിട്ടാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഇത് ഒരെണ്ണം മാത്രം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെല്ലാം നല്ല രീതിയിൽ ഒരുക്കാൻ പറ്റും. പിന്നെ ഒരുപാട് വളകളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഒന്ന് നോക്കി. എല്ലാ കളറുകളും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നെയിൽ പോളിഷൊക്കെ വേണമായിരുന്നു, അതെല്ലാം എടുത്തു. പിന്നെ ഈ ഗിഫ്റ്റ് ഐറ്റങ്ങളുണ്ടായിരുന്നു, അതുമെല്ലാം നോക്കി. ഇത് വരമഹാലക്ഷ്മി പൂജയ്ക്ക് അന്ന് ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ മുഖമാണിത്. പിന്നെ ഇതിൽ ഈ പിങ്ക് കളർ മാലയും നല്ലതാണെന്ന് തോന്നി. പിന്നെ ഞങ്ങൾ ഇത്രയും സാധനങ്ങളെ വാങ്ങിയുള്ളൂ. ബുക്കും കുറച്ച് കമ്മലും അതെല്ലാം വാങ്ങി ഞങ്ങൾ തിരിച്ച് യാത്രയായി.